അപ്പോൾ SSLCയുടെ മോഡൽ എക്സാം കഴിഞ്ഞു. ഇന്ന് മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SCERT വഴി സർക്കാർ പുറത്തിറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, അല്ലെങ്കിൽ അതിലെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ആ സാമ്യത ശ്രദ്ധിച്ചു എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇനി എന്താണ്, എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയും ആണ്. ഓക്കെ, അപ്പോൾ ഈ ആൻസർ കീ ഞാൻ മൊത്തമായിട്ട് ബോർഡിൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ വളരെ തിരക്കിലായിരുന്നു. മൊത്തത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യല്ല, അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വേറെ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോർഡുമ്പോൾ ചെയ്യണം, എക്സ്പ്ലനേഷൻ വേണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആ എക്സ്പ്ലനേഷൻ വേണ്ട വീഡിയോസ് ഞാൻ ഉടനെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കിയാലോ. ഒന്നാമത്തെ ഓപ്ഷൻ സി ആണ്, 2B, മൂന്നാമത്തേത് D, നാലാമത്തത് A, അഞ്ചാമത്തത് D, 6B, 7 രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 8 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്, പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൻ്റെ റീസൺ അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, സാധാരണ ഓപ്ഷൻ ഡിയിലാണ് നോട്ട് ദ റീസൺ എന്ന് വരല്, കാരണമല്ല എന്നുള്ളത് വരല്. ഇവിടെ തിരിച്ചിട്ടാണ് സിയിലാണ് നോട്ട് ദ റീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ സി ആണ് കറക്റ്റ് ഉത്തരം. 9 1/3 അഥവാ 120/360 കറക്റ്റ് ആൻസർ. 10 ഒന്നാമത്തേൻ്റെ ആൻസർ 2/5, രണ്ടാമത്തേൻ്റെ 3/5, മൂന്നാമത്തേൻ്റെ 1/2 ആണ്. 10 ബി ഒന്നാമത്തത് 240, രണ്ടാമത്തത് 7/40, മൂന്നാമത്തത് 160/240 അഥവാ 2/3 ആണ്. ഇതിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 7/40 എന്ന് എഴുതണം എന്നില്ല, 42/240 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. 11ാമത്തേലും ഇതുപോലെ A-B ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ A ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്നാമത്തെ ചോദ്യം 40, രണ്ടാമത്തെ ചോദ്യത്തിൽ 25, മൂന്നാമത്തെ ചോദ്യത്തിൽ 225 എന്നിങ്ങനെയാണ് ആൻസേഴ്സ്. ബിയിൽ ഒന്നാമത്തേൻ്റെ ആൻസർ 120 എന്നും രണ്ടാമത്തേൻ്റെ ആൻസർ 735 എന്നും കിട്ടും. ഈ മെത്തേഡ് 1 എന്നുള്ളത് നോക്കണ്ട, മെത്തേഡ് 2 വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാന്നേ ഉള്ളൂ, അത് നമുക്ക് ആവശ്യമില്ല. 12ാമത്തെ ചോദ്യം സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിരവിവര കണക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തേൻ്റെ ആൻസർ 22 ആണ്, രണ്ടാമത്തേൻ്റെ ആൻസർ 605 എന്നും സി മധ്യമം അഥവാ മീഡിയൻ എന്ന് പറയുന്നത് 665 ആണ് കിട്ടുക. ഇനി 13ാമത്തെ ചോദ്യം, ഒന്നിൻ്റെ ആൻസർ 5, 6 എന്ന കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യയും രണ്ടിൻ്റെ ആൻസർ 3, 4 എന്ന് പറയുന്ന സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ്സും ആണ്. 14ാമത്തെ ചോദ്യം ഞാൻ ഇവിടെ റഫായിട്ടാണ് വരയ്ക്കുന്നത്, പക്ഷേ നിങ്ങൾ അളവ് എടുത്തിട്ട് തന്നെ വരയ്ക്കണം, പെൻസിലുകൊണ്ട് തന്നെ വരയ്ക്കണം. ഇതാണ് ആ 4 കോർഡിനേറ്റ്സ്. ഇനി എന്താ ബി ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് പാരലലോഗ്രാം, സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഏത് സാമാന്തരികം? അപ്പോൾ ഈ പോയിന്റുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു പാരലലോഗ്രാമാണ്, സാമാന്തരികമാണ്. അപ്പോൾ നിങ്ങൾ ഈ വരച്ചയിൽ തന്നെ എന്ത് ചെയ്താൽ മതി, യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏരിയ അഥവാ പരപ്പളവ് എന്ന് വെച്ചാൽ BH ആണ് സാമാന്തരികത്തിനെ സംബന്ധിച്ച്. B എന്ന് വെച്ചാൽ ലെങ്ത്ത്, നീളം തന്നെയാണ്. അപ്പോൾ ഉത്തരം 24 എന്ന് കിട്ടും. 15ാമത്തെ ചോദ്യത്തിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ അതിലെ ആൻസേഴ്സ് നോക്കിയാൽ ഒന്നാമത്തെ ആൻസർ 2 എന്ന് കിട്ടും, രണ്ടാമത്തെ ആൻസറിൽ 0, 3 എന്നുള്ളതാണ്. അതിൽ നമ്മൾ എക്സിന് 0 എടുത്താലാണ്, എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, പക്ഷേ -1 2 എടുക്കാൻ പാടില്ല, കാരണം അതിവിടെ തന്നിട്ടുണ്ട്. പിന്നെ സിയുടെ പ്രൂഫ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ കൃത്യമായി ആ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, സി എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സംഗതി സിമ്പിളാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ കാണുക, വരയുടെ സമവാക്യം കാണുക, അതിൽ എക്സിന് പകരം എക്സ് എന്നും കൊടുക്കുക, വൈക്ക് പകരം 2x + 3 എന്നും കൊടുത്തിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻ ഓഫ് ലൈൻ തന്നെ അഥവാ വരയുടെ സമവാക്യം തന്നെയാണ് വീണ്ടും കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ഉത്തരമാണ്. അതായത് ആ പോയിൻറ്റ്സ് ആ ലൈനിലാണ്, ആ വരയിലെ ബിന്ദുക്കളാണ് ഈ എക്സ്, 2x + 3 എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, 15 ബിയിലേക്ക് വന്നാൽ ഒന്നാമത്തെ ആൻസർ 10, 0 അഥവാ -10, 0 കിട്ടും, കാരണം റേഡിയസ് 10 ആവുകൊണ്ട്, ആരം 10 ആവുകൊണ്ട്. രണ്ടാമത്തേൽ 5, 9 എന്നുള്ള പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ പുറത്താണ്. പിന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം ഇവിടെ കാണാം നിങ്ങൾക്ക്. 16ലേക്ക് വന്നാൽ വളരെ ഈസിയാണ്. ഒന്നാമത്തെ ആൻസർ 1 തന്നെയാണ് കിട്ടുക, കാരണം 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്നാണ് കിട്ടുക. പിന്നെ അടുത്തതിൻ്റെ പ്രൂഫ്, ഈ പ്രൂഫ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. 17ാമത്തെ ചോദ്യം സം അഥവാ തുക കാണാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആൻസേഴ്സ് 630, 1260, 1300 എന്നിങ്ങനെയാണ് കിട്ടുക. 17 ബിയിലേക്ക് വന്നുള്ള ആൻസേഴ്സ് ഒന്നാമത്തേൽ 60, രണ്ടും 60, മൂന്നാമത്തേൽ 9 എന്നാണ് ഉത്തരമായിട്ട് കിട്ടുക. 18ാമത്തെ ചോദ്യം നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ രീതിയിലാണ് വരിക. അവസാന ആൻസറായിട്ട് 18, 24 എന്നിങ്ങനെ കിട്ടും. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ ആൻസർ 105 എന്ന് കിട്ടും, രണ്ടാമത്തെ ആൻസർ ഈ രീതിയിലാണ് വരിക. എന്നിട്ട് കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ ചെയ്താൽ നമുക്കിവിടെ 10 എന്ന ആൻസർ കിട്ടും. 20 ഒന്നാമത്തേൻ്റെ 50 എന്നും രണ്ടാമത്തേൻ്റെ 100 എന്നാണ് ആൻസർ.
20 ബിയുടെ ആൻസർ ഈ കാണുന്ന പോലെയാണ് വരിക. ഒന്നാമത്തെ ആൻസർ x/2 ഡിഗ്രി എന്നും 2 115 ഡിഗ്രി എന്നും കിട്ടും. 21 ആംഗിൾ അഥവാ കോൺ BCD എന്ന് പറയുന്നത് 100 ആയിരിക്കും. കാരണം എതിർകോണുകളുടെ തുക 150 ആവുന്നതിനെയാണ് സൈക്ലിക് കോഡിലാറ്ററൽ ചക്രീയ ചതുർഭുജം എന്ന് പറയുക. അപ്പോൾ അവിടെ 100 എന്ന് വരും. CBE എന്ന് പറയുമ്പോൾ അത് 110 ആയിരിക്കും. കാരണം അതിൻ്റെ അപ്പുറത്ത് 70 വരും. കാരണം മുകളിൽ ഓപ്പോസിറ്റ് സൈഡിൽ എതിർവശത്ത് 110 വന്നിട്ടുള്ളത് എന്നുള്ളതും കൊണ്ട് 22 എയുടെ ആൻസർ 1ഉം 2ൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 21B ഇൻസർക്കിളിൻ്റെ റേഡിയസ് അഥവാ അന്തർവൃത്ത ആരം കാണാനാണ്. അത് ഈ രീതിയിലാണ് കാണുക. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേൻ്റെ 90 ഡിഗ്രി, രണ്ടാമത്തേൻ്റെ 3.89, മൂന്നാമത്തെ 18.74 എന്ന് കിട്ടും. 24 AB ക്വസ്റ്റ്യൻസിൻ്റെ 2 ത്രികോണമിതി ട്രിഗണോമെട്രി എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഈ രീതിയിലാണ് വരിക. ഒന്നാമത്തെ ആൻസറാണ് ഈ കാണുന്നത് 16.31, 2 ബിയുടെ ആൻസറായിട്ട് വരുന്നത് 17.21 ഓക്കെ. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഇനി 25ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ എയുടെ ആൻസർ 20 എന്നും ബിയുടെ ആൻസർ 13.23 അഥവാ √175 എന്നും വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് 3969 എന്നും കിട്ടും. ബിയുടെ ആൻസർ വരുന്നത് എ 25 എന്നും ബിയിൽ 15 എന്നും സിയിൽ 1500 എന്ന ആൻസർ കിട്ടും. അടുത്ത 2 ചോദ്യങ്ങൾ 8ാമത്തെയും 10ാമത്തെയും പാഠത്തു നിന്നുള്ള വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. അത് അതാത് പാഠത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുക, നമുക്കിനി മാത്സ് എക്സാമിന് മുന്നോടിയായിട്ട് ഏകദേശം 25ഓളം ദിവസമുണ്ട്, 24 ദിവസമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 24 ദിവസത്തിൽ നമുക്ക് 13 പാഠങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നില്ല, വേണ്ടവർ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു വട്ടം കൂടി ഫുൾ ചാപ്റ്റർ ഒരു റിവിഷൻ ചെയ്യുക. ഓക്കെ. അല്ല എനിക്ക് എല്ലാ പാഠങ്ങളിലെയും കാര്യങ്ങൾ അറിയാമെന്നുള്ളവർ അത് ചെയ്യണമെന്നില്ല. ഒരു റൗണ്ട് കൂടി റിവിഷൻ ചെയ്യുന്നവരായി ചെയ്യുക. ഈ റിവിഷന് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ശേഷം ഇനി അങ്ങോട്ട് പറയുന്നത് എല്ലാവരും ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ 3 സെറ്റ് സർക്കാർ ഇറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതിനുശേഷം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അതെങ്ങനെ ചെയ്യേണ്ടത്? എവിടെയും നോക്കിയിട്ടല്ല, അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാ സെറ്റിൻ്റെയും വീഡിയോസ് ചെയ്യണം. മോഡൽ എക്സാമിൻ്റെ മുഴുവൻ ആൻസർ കീ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നോക്കിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയോ മറ്റ് വീഡിയോസോ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം റിവിഷൻ, ആ റിവിഷന് ശേഷം ഈ സെറ്റുകൾ ചെയ്യുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും A+ കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ. ആ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.